മോന്റെ കത്ത് വന്നിട്ടോ? ഹലോ സുന്ദരിയായിട്ട് ഇരിപ്പുണ്ടല്ലോ. അതെ എനിക്ക് എന്നെ കണ്ടിട്ട് എന്നാ തോന്നിയിപ്പേ? നല്ല കൊച്ചു പെണ്ണായിട്ട് ഇരിപ്പുണ്ട്. എന്നാ മാല എവിടുന്ന് കിട്ടിങ്ങനെയൊക്കെ കണ്ടിട്ടേ ഇല്ലല്ലോ. അധികം പോയെങ്കിൽ സെക്കൻഡ് മുദ്രയ്ക്കാണല്ലോ ഞാൻ ഇടുന്നേ. അധികം പോയെങ്കിലും മോനെന്ന പേർഷ്യയിലാണെങ്കിലും നമ്മൾ ചേട്ടാനിയന്മാർ എല്ലാവരും നമ്മൾ ഭയങ്കര സ്നേഹ. അതിയാന്റെ വീട്ടിലുണ്ട് 14 പേര് 12 പേര് ഒക്കെ ഉണ്ട്. അപ്പന്റെ വീട്ടിലാണെങ്കിലും എനിക്ക് കറക്റ്റായിട്ട് അറിയാനുള്ള 5 എണ്ണം ഉണ്ട്. പിന്നെ അവരുടെ മക്കളിലൊക്കെ ആയിട്ട് കുറെ പേരുണ്ട്. എല്ലാവർക്കും കൂടി ഒന്ന് കൂടാൻ ശരി. എവിടെ നിന്നൊക്കെയാ വന്നേക്കണെന്നാ പറഞ്ഞതെന്ന് അറിയാമോ? അമേരിക്ക, റഷ്യ, ഉഗാണ്ട, ചൈനയോ എനിക്ക് അറിയില്ല, ഏതൊക്കെയോ നാട്ടിലെന്നാണ് വരുന്നത്. അപ്പേ എന്റെ വീടിന്റെ അടുത്ത് ഈ നമുക്ക് ഇത്തിരി ഭംഗിയൊക്കെ കുറവാണെങ്കിലേ കല്യാണത്തിന് എന്ന് കഴിഞ്ഞാൽ ഒക്കെ തിരക്കൊക്കെ വിടൂലേ? അത് തന്നെ ആ കൊച്ചെന്നോട് പറഞ്ഞു, എന്റെ അമ്മച്ചി ഈ അമ്മച്ചിയുടെ കസിൻസ് ഒക്കെ വരുമ്പോഴുണ്ടല്ലോ ഈ ചട്ടയും മുണ്ടൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അമ്മച്ചീനെ ആരും നോക്കൂലേ. അതുകൊണ്ട് അമ്മച്ചീനെ ഞാൻ സാരിയൊക്കെ ഉടുപ്പിച്ചതാകാൻ. കണ്ടോ നോക്ക്, കോവള ആ കൊച്ചു കടന്ന എനിക്ക് മാല കണ്ട നോക്കോ? പൊളിയായിട്ടുണ്ട്. നോക്കൂലേ? ഇല്ലേ, അതാണ് കാര്യം. പിന്നെ എന്റെ മോന്റെ കത്ത് തന്നോ നീ അത് തുറന്നോ? കുട്ടിയുടെ കത്ത് വന്ന അത് ഈ ക്ഷമിച്ചേക്കണം. അവധി ദിവസമായിട്ട് ഈ വഴിക്ക് ഇത്ര നാള് കൂടിയെന്നത് എന്റെ കൊച്ചിന്റെ കത്തൊന്ന് വന്നത്. ചേട്ടി ഞാനെന്നാ പൊയ്ക്കോട്ടെ. അയ്യോ ഒന്ന് വായിക്കേ പ്ലീസ്. നീ പോവല്ലേ എന്റെ ദൈവമേ ഒന്ന് വായിച്ച് തന്നപ്പോ വായിക്കണേല്ലേ? അവധി ദിവസമായിട്ട് ഈ വഴിക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ ചേർത്തെടുത്ത് വന്നതാ. നിനക്ക് എന്താണെന്ന് വെച്ചാ ഞാൻ തരാം. നിനക്ക് അറിയാലോ നീ വായിച്ചതാ. ചേട്ടിയുടെ ഒരു കാര്യം ആ വായിക്കേ. എന്റെ ദൈവമേ ഞാൻ കേട്ടോട്ടെ. എന്നെ എഴുതിയേക്കണ എന്റെ കൊച്ചെ. മൈ ഡിയർ മമ്മി. എന്താ അവിടെ പേർഷ്യയിൽ പോയി 4 ക്ലാസ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അമ്മേനെ തിരിച്ചറിയാൻ പറ്റാണ്ടായ എന്റെ ചേട്ടത്തി ഇപ്പോഴത്തെ നാണക്കേടാ അമ്മ ഉമ്മ എന്നൊക്കെ വിളിക്കാൻ. ഇപ്പോഴത്തെ വേർഡ് എന്റെ മമ്മി എന്നാ ട്രെൻഡിങ്. ചേട്ടത്തിന്റെ കാര്യം അതേന്ന്. ആരുടെ മോനവൻ? എന്റെ മോനവൻ. അവൻ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എന്നെ ഈ പഴങ്കത്തി ആക്കാണ്ടിരിക്കാനായിട്ടാ. അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ നോക്കുവോ ഈ അമ്മ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ? അതുകൊണ്ടാണ്. ബാക്കി വായിക്കും. വായിക്കാൻ വരട്ടെ. ചേട്ടത്തിയുടെ പല്ലൊക്കെ എന്നെ ഇത്ര നീ അത് കണ്ടോ? പിന്നെ ഇല്ലേ, ഒരു പല്ലില്ലാതിരുന്ന വായല്ലായിരുന്നു. അതെ അതിയാന്റെ കൊറേ കത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിനകത്ത് ഒരു സുന്ദരി പെൺകുച്ചുണ്ട്. നല്ല തൊടുതുപോലിരിക്കും. വലിയ ഡാൻസറാ. ചാലക്കുടിയിലെ എന്താണ് അറിയോ? ആ പെൺകൊച്ചുണ്ടല്ലോ എന്നോട് ഗെറ്റ് ടുഗദറിന് വന്നതിന് മുമ്പേ വിളിച്ചു പറഞ്ഞു, അമ്മച്ചി നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ വന്നോളാം, പല്ലൊക്കെ ഞാൻ വെച്ച് തന്നോളാം, പൈസയൊക്കെ മോന്റെ മേടിച്ചു. ഞാൻ പറഞ്ഞു എന്തോരം വെച്ചാൽ മേടിച്ചാൽ എനിക്ക് സുന്ദരി ആവണം. എനിക്ക് വെച്ച് തന്നെ മുല്ല പൊട്ട് പോലെ പിന്നെ ഭംഗിയില്ലേ? ഒത്തില്ലേ? എല്ലാവർക്കും ഇഷ്ടമായ എന്റെ പല്ല്. ഇടുക്കിയാട്ടോ എന്റെ സ്നേഹം അറിയണേ. ഇനി എന്നെ ഡാൻസ് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു ഞങ്ങളുടെ കെട്ടുകതെന്ന്. പിന്നെ അതൊക്കെ പഠിപ്പിച്ചു തരും. എല്ലാം വീണ്ടും പിടിക്കാന്നേ. ഇനി ബാക്കി വായിച്ചേ ഒന്ന് എളുപ്പം വായിക്ക്. കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ അയച്ച പണം കിട്ടിയോ? അമ്മച്ചിക്ക് സുഖം തന്നെയല്ലേ? പൊന്നു മോനെ, പണമൊക്കെ എല്ലാ മാസം അയച്ചു തരുന്നുണ്ട്. അതിനൊരു കുഴപ്പമില്ല. കാറിന് അംബാസഡർ കാറും ഡ്രൈവറും ഒക്കെ ഉണ്ട്. എവിടെ വേണമെങ്കിലും പോ. പക്ഷെ ശരീരത്തിന് സുഖം വേണ്ടേ? നേരം വെളുത്തു കഴിഞ്ഞാൽ വേദന കാരണം കട്ടിലേന്നൊന്നും എഴുന്നേക്കാൻ പറ്റൂല. ആരെങ്കിലും ആ കാർത്തേന് വല്ല ഒന്ന് പിടിച്ചെന്നെ എഴുന്നേപ്പിക്കണമെന്നുണ്ട്. എന്ത് കാശുണ്ടെങ്കിലും വല്ല കാര്യമുണ്ടോ? ആശുപത്രി പറ്റൂടെ എടുപ്പിക്കണ്ട. നിനക്കറിയാൻ പാടില്ല, എനിക്ക് ഈ കുഴമ്പന്റെ എണ്ണയുടെ ഒന്നും പണം ഇഷ്ടല്ല. പിന്നെ ഇംഗ്ലീഷ് ഡോക്ടറിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു ഗുളിക തരും. അത് ഞാൻ വിഴുങ്ങും.
അപ്പോഴത്തേക്ക് വേദന മാറും. പിറ്റേ ദിവസം ഒരു ഗുളിക വിഴുങ്ങും, പിന്നെയും വേദന മാറും. ഇത് നമ്മൾ എന്തും വിഴുങ്ങണം. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, അടുത്ത വീട്ടിലെ ലവി അറിയോ ത്രേസ്യാമ്മേനെ? യോഗ ക്ലാസ് ആണോ? ആ എന്നോട് പറഞ്ഞ അമ്മച്ചി വാ യോഗ ക്ലാസ്സില്. എനിക്ക് ഈ വേദന വെച്ചോണ്ട് എങ്ങനെയാ പോകാൻ പറ്റണത്? എനിക്ക് പറ്റുമോ? നീ ഒന്ന് പറ. പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെയിന്റിങ്ങിൽ വെച്ചേക്ക ബാക്കി വായിച്ചു ഞാൻ എന്റെ മോന്റെ വിവരം അറിയട്ടെ. ആ വായിക്കും. ഞാൻ ഇപ്പോ ടൂറിലാണ്. പൊന്നേ ആ ചെറുക്കനുണ്ടല്ലോ, എന്താണ് ഇങ്ങനെ തൂറ്റിലോ തൂറ്റല്, എന്തിനോ തൂറ്റല് വൈകിപ്പിട്ട് ആദ്യമാണ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം അപ്പൊ വലിച്ചു വാരി എന്തോ ഈ പറഞ്ഞു വരുന്നത്? പിന്നെ തൂറ്റിലാണെന്നല്ലേ പറഞ്ഞ. എന്റെ മോനെ എങ്ങനെയെന്നറിയാമോ? തോത്തുംപടി ജംഗ്ഷനിൽ നിന്ന് ട്രെയിനിൽ കയറും, എന്നിട്ട് പറ്റ് ജംഗ്ഷനിൽ ചെല്ലുമ്പോ അവിടെയുള്ളൂ. അത് കഴിഞ്ഞിട്ട് കഴുത്തുമുട്ടിൽ അടുത്ത ട്രെയിനിൽ കയറും. എന്താണെന്നറിയാമോ? നിങ്ങൾ ആരെങ്കിലും അറിയോ? പുലിക്കുട്ടനവൻ ഭയങ്കര വശാ. എന്താ ജോലി? ബിസിനസ്. പിന്നെ അല്ല, ഞാനല്ലേ അവനെ വളർത്തി വലുതാക്കിയത്. കാണില്ല എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും പിടിക്കുന്നില്ല. പൊന്നേ ഈ ചെറുക്കനുണ്ടല്ലോ, എന്താണ് ഇങ്ങനെ ക്ലൈമറ്റ് ഒട്ടും പിടിക്കുന്നത്? എന്താണ് ഈ ക്ലൈമറ്റ്? എനിക്ക് മനസ്സിലാവില്ല. ഒന്ന് പറയാ, എന്താ ഈ ക്ലൈമറ്റ്? കാലാവസ്ഥ. അവന് ഒരു കുഴപ്പമില്ല. ഈ കത്തൊക്കെ വരുമെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ആകെ ഒരു വിഷമം എന്നറിയോ? എല്ലാം ചടപറ 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 ഇംഗ്ലീഷ് പറയും. എനിക്ക് മനസ്സിലാവില്ലല്ലേ, ഞാൻ എന്ത് ചെയ്യും? അതാണ് എനിക്ക് ഭയങ്കര വിഷമം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നീ ഒന്ന് പറ. നമുക്ക് പതുക്കെ പഠിച്ചെടുക്കാൻ ചേട്ടി, അതിന് വഴിയൊക്കെ ഉണ്ട്. അതെന്ത് വഴിയാ? ഒന്ന് പറഞ്ഞ നീ എന്നാ. ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടെന്നേ. അന്നല്ലേ അതിനല്ല ചേര എന്താണ്. എന്നാലും തൽക്കാലത്തേക്ക് ഞാൻ അവരെന്തെങ്കിലും പറയുമ്പോ ഞാൻ എന്ത് പറഞ്ഞു നിൽക്കും? ഒന്ന് പറഞ്ഞ നീ ഒന്ന് പറഞ്ഞതാ. പറഞ്ഞാൽ മതി. പറയാൻ പറ്റില്ലേ? ശരിയായില്ലേ? ഓക്കെ ഓക്കെ മതി. ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ. പറഞ്ഞു ബാക്കി വായിക്കാം. എന്റെ കൊച്ചിന്റെ കാര്യം. ജോലിയുടെ തിരക്കുണ്ടെങ്കിലും ഞാൻ ജോലിയായിട്ട് നടക്കുന്നു. എന്റെ പൊന്നേ എന്റെ പൊന്നേ എന്റെ മോനെ ഒരുമിട്ടുള്ള ജോലി എന്റെ മോനെ കൊണ്ട് നശിപ്പിച്ച് കളയാണ്. ജോലി എന്ന് പറഞ്ഞാലേ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നടക്കുന്നു അർത്ഥം. മോനെ ചേട്ടി വളർത്തിയ കൊച്ചു കൈവിട്ടു. എന്റെ കൊച്ച അങ്ങനെ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോവൊന്നുമില്ല. അവൻ ഞാൻ വരച്ച വരയിൽ നിൽക്കും, അറിയോ നിനക്ക്? ബാക്കി വായിച്ച എന്റെ കൊച്ചിന്റെ വിവരം. ഈ കത്തിന്റെ കൂടെ അമ്മച്ചിക്ക് ഞാനൊരു കിസ് കൂടി അയക്കുന്നുണ്ട്. കത്ത് ചുരുക്കുന്നു. സ്വന്തം തോമസ് കുട്ടി. സന്തോഷായി ദൈവമേ. എന്റെ വഴിക്കൊക്കെ പോവാലോ ചേട്ടത്തി. ഞാൻ പോവാണേ. നീ എങ്ങോട്ട് പോണേ? എന്താ ചേട്ടി പ്രശ്നം? എന്റെ സാധനം നീ തരാണ്ട് നീ ഇന്നെ ഞാൻ ഇവിടുന്ന് വിടൂല്ല. എന്താണോ ഇതിനകത്ത് നീ വായിച്ചോ? എന്തോ എന്റെ മോൻ കൊടുത്തയച്ചു എന്നുള്ളത് എനിക്ക് തരാൻ പറ്റുന്ന സാധനം അല്ല. എന്റെ പൊന്നെന്റെ എടാ, നീ എനിക്ക് എന്റെ മോൻ തന്ന സാധനം തന്നെ തരുമോ? ഇല്ല, എനിക്ക് എന്റെ മോൻ തന്നയച്ചതാണ്. അതെനിക്ക് തരണം. തരാണ്ട് ഞാൻ നിന്നെ ഇവിടെ നിന്റെ ഒരടി മുമ്പോട്ട് വിടുക. നിനക്ക് കല്യാണത്തിന് വേണമെന്നല്ലേ പറഞ്ഞേ? ഇന്ന് കല്യാണം കൂടണോ നിനക്ക്? സാധനം താ. വിഷയം വേറെ ആവേ. എന്ത് വിഷയാണെങ്കിലും എന്റെ തോമസ് കുട്ടിയുണ്ട് എന്റെ കൂടെ. വന്ന് താ.